A warm good morning to everyone, those who have joined in this live session of IELTS Writing Task 1. So as you will know, നമ്മൾ ടാസ്ക് 1നെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്നത്തെ ലൈവ് സെഷനിൽ നമ്മുടെ ടാസ്ക് 1ൽ യു നോ ദാറ്റ് നമ്മുടെ IELTSൻ്റെ കേസിൽ അക്കാഡമിക് ആൻഡ് ജനറൽ ഉണ്ട്. അക്കാഡമിക്കിൻ്റെ ടാസ്ക് 1 ആണ് നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അക്കാഡമിക്കിൻ്റെ കേസിലാണെങ്കിൽ എല്ലാ ടൈപ്പ് ഓഫ് ഗ്രാഫ്സിൻ്റെ കേസിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബാൻഡ് സ്കോർ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ റൈറ്റിങ്ങിൻ്റെ കേസിൽ 2 ടാസ്ക് ആയിരിക്കും വരുന്നത്, ടാസ്ക് 1 ആസ് വെൽ ആസ് ടാസ്ക് 2. രണ്ടോട് കമ്പയർ ചെയ്യുന്ന ടൈമിൽ ടാസ്ക് 1 ആണ് വെയിറ്റേജ് കൂടുതൽ. അതായത് ടോട്ടൽ 9 ബാൻഡിൽ ഒരു 3 ബാൻഡ് ടാസ്ക് 1നും റിമൈനിങ് 6 ബാൻഡ് ആയിരിക്കും ടാസ്ക് 2വിലും. എങ്കിൽ തന്നെയും നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ടാസ്ക് 1 ടാസ്ക് 1ൻ്റെ വെയിറ്റേജ് കുറവായതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ എഴുതരുതെന്നല്ല, ഏറ്റവും നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാസ്ക് 1നും നിങ്ങൾക്ക് 3 out of 3 എന്നുള്ളൊരു ബാൻഡ് സ്കോർ തന്നെ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റും. സോ അങ്ങനെ നിങ്ങളുടെ ബാൻഡ് സ്കോർ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, എല്ലാം സിമിലർ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് അല്ലാതെ ഡിഫറെൻറ്റ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ്, കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുക. അതായത് സിമ്പിൾ ആസ് വെൽ ആസ് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് മിക്സ്ഡ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബാൻഡ് സ്കോർ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നല്ല, എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ടാസ്ക് 1ൽ യൂസ് ചെയ്യേണ്ടതെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദാറ്റ്. ഓക്കെ, സോ നമ്മളിത് എടുത്തിരിക്കുന്ന ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്, യു നോ ദാറ്റ് ദിസ് ഇസ് പൈ ചാർട്ട്. ഇതൊരു പൈ ചാർട്ടാണ്. പൈ ചാർട്ടിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം ദ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കോംപ്ലക്സ് ആയിട്ട് എഴുതാം. കോംപ്ലക്സ് ആക്കി എഴുതുക വിച്ച് മീൻസ് എക്സാമിനർ മനസ്സിലാകണം നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഒരു രീതിയിൽ വേണം നിങ്ങളുടെ ഓരോ പാരാഗ്രാഫുകളും റൈറ്റിങ്ങിൻ്റെ കേസ് പോകാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പൈ ചാർട്ടിൻ്റെ കേസിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു 20 മിനിറ്റ് ആയിരിക്കും മാക്സിമം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഒരു 20 മിനിറ്റിലാണ് ടാസ്ക് 1. ഇൻ ദാറ്റ് എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കോണ്ടൻറ്റാണ് നിങ്ങൾ കൊടുക്കേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫാണെന്ന് പറയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ഇൻട്രൊഡക്ഷനകത്ത് പറയേണ്ടത്. സോ എന്താണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൺവേ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദ ചാർട്ട് ബിലോ ഷോസ് ദ ആവറേജ് കൺസംഷൻ ഓഫ് 3 ന്യൂട്രിയൻസ് ബൈ അഡൾട്ട്സ് ഇൻ ദ UK. സോ UK എന്ന് പറയുന്ന റീജിയനിൽ അഡൾട്ട്സ് കൺസ്യൂം ചെയ്ത 3 ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസിൻ്റെ കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. ആ 3 ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്നുള്ളത് പിക്ചറിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുകയും ചെയ്യും. ദറ്റ് ഈസ് സോഡിയം, സാച്ചുറേറ്റഡ് ഫാറ്റ് ആൻഡ് ആഡഡ് ഷുഗർ. സോഡിയം, സാച്ചുറേറ്റഡ് ഫാറ്റ്, ആഡഡ് ഷുഗർ എന്ന് പറയുന്ന 3 ന്യൂട്രിയൻസ് പല ടൈം പീരിയഡ്സിൽ അഡൾട്ട് എന്ത് ചെയ്യുന്നു, കൺസ്യൂം ചെയ്തു. വേറെ വേറെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഇവിടെ ആണെങ്കിൽ സ്നാക്കിൻ്റെ കാര്യം പറയുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ. സോ ഈ 4 ടൈം ഡ്യൂറേഷനിൽ അവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ന്യൂട്രിയൻസ് എല്ലാം അവർ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളാണ് ഈ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ ഓരോ പെർസെൻറ്റേജ് ബൈ പെർസെൻറ്റേജ് റെപ്രസെൻറ്റേഷൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നു, നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. ഓക്കെ, സോ നമുക്കറിയാം ഈ ഒരു പിക്ചർ അതാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാം. ദാറ്റ് ഈസ് കൺസംഷന് പകരം വേണമെങ്കിൽ ഇൻടേക്ക് എന്ന് പറയുന്ന സിനോണിം യൂസ് ചെയ്യുകയാണെങ്കിൽ പാരഫ്രൈസ് ചെയ്യുക. സോ നമ്മൾ ആദ്യത്തെ ലൈവ് സെഷൻ തൊട്ടേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇൻട്രൊഡക്ഷൻ്റെ കേസ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, പാരഫ്രൈസ് ചെയ്യണം. ആ ക്വസ്റ്റ്യൻ ആസ് സച്ച് അതേപോലെ തന്നെ കോപ്പി ചെയ്ത് വെക്കരുത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ഹാവ് ടു പാരഫ്രൈസ് ദ ക്വസ്റ്റ്യൻ ബൈ യൂസിങ് സ്യൂട്ടബിൾ സിനോണിംസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യണം, പാരഫ്രൈസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത്രത്തോളം ലാംഗ്വേജ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പല രീതിയിൽ അതിനെ മാറ്റി എഴുതാൻ പറ്റും എന്നുള്ളത് എക്സാമിനർ മനസ്സിലാക്കുന്നു. അല്ലാതെ അതേപോലെ തന്നെ എക്സാക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടുന്നത് പോലെ തന്നെ കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ബാൻഡ് സ്കോർ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഓക്കെ, സോ നിങ്ങൾ എഴുതുന്ന ടൈമിൽ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ റൈറ്റിംഗ് ടാസ്ക് 1ൻ്റെ കേസിൽ ഈ 4 ക്രൈറ്റീരിയസിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങളുടെ മാർക്ക് എപ്പോഴും എക്സാമിനർ അലോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വെരി ഫസ്റ്റ് വൺ ഇസ് ടാസ്ക് അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ എത്രത്തോളം ആ ടാസ്കിനെ അച്ചീവ് ചെയ്തു, അതായത് ക്വസ്റ്റ്യനിൽ പറയുന്ന ആ ഒരു മീനിങ്ങിൽ തന്നെ നിങ്ങൾ അതിനെ ഉണ്ടോ, പ്രോപ്പറായിട്ടാണോ നിങ്ങൾ ആൻസർ ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ളതാണ് ടാസ്ക് അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് കൊഹഷൻ ആൻഡ് കൊഹറൻസ്. അതായത് നിങ്ങൾ എഴുതുന്ന സെൻറ്റൻസ് തമ്മിൽ എപ്പോഴും ഒരു കണക്ഷൻ വേണം, നിങ്ങളുടെ പാരാഗ്രാഫുകൾ തമ്മിൽ കണക്ഷൻ വേണം. ഇതിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കേസ് നമ്മൾ പൈ ചാർട്ടാണ്. അപ്പോൾ പൈ ചാർട്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ ഒരു പിക്ചറിൽ തന്നിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണല്ലോ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ തമ്മിലൊരു കണക്ഷൻ, സിംപ്ലി കുറച്ച് വേർഡ്സ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സെൻറ്റൻസുകൾക്ക് മീനിങ് വേണം. സെൻറ്റൻസുകൾക്ക് മീനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനുള്ള സ്കോർ, ഈ ഒരു ക്രൈറ്റീരിയക്കുള്ള സ്കോർ അവിടെ കിട്ടത്തുള്ളൂ. അല്ല ജസ്റ്റ് സിംപ്ലി കുറച്ച് വേർഡ്സ് എഴുതി വെച്ച് കണക്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. ഒരു മീനിങ് ഫുള്ളായിട്ട് സെൻറ്റൻസ് നിങ്ങൾ എത്രത്തോളം എഴുതുന്നോ അങ്ങനെയായിരിക്കും നിങ്ങളുടെ ബാൻഡ് സ്കോർ വരുന്നത്. എപ്പോഴും എക്സാമിനർ മനസ്സിലാകണം നിങ്ങൾ എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ മൂവിങ് ഓൺ ടു ദ വെരി നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് ലെക്സിക്കൽ റിസോഴ്സ്.
ലെക്സിക്കൽ റിസോഴ്സ് എന്ന് പറയുന്നത് യുവർ റേഞ്ച് ഓഫ് വെക്കാബ്സ്. നിങ്ങളുടെ റൈറ്റിങ്ങിൻ്റെ കേസിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വെക്കാബുലറി എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു റോൾ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ എത്രത്തോളം നല്ല രീതിയിൽ വേർഡ്സ് നിങ്ങൾക്ക് അറിയാമോ അതെല്ലാം പ്രോപ്പറായിട്ടുള്ള യൂസേജ് ആയിരിക്കണം. നിങ്ങൾക്കൊരു വേർഡ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ആപ്റ്റ് ആകത്തില്ലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് മീനിങ് അറിയുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാതിരിക്കുക. ഇൻ കേസ് നല്ല രീതിയിൽ അതിൻ്റെ മീനിങ് ഒക്കെ അറിയാം, അവിടെ സ്യൂട്ട് ആകുന്ന ഒരു വെക്കാബുലറി ആണെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് അതവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എഴുതുന്ന വേർഡ്സിൽ എപ്പോഴും നമുക്ക് തന്നെ ഒരു ധാരണ വേണം, അതായത് അവിടെ അത് ആപ്റ്റ് ആകുന്നുണ്ടോ, ഒരു മീനിങ് ഫുൾ ആക്കുന്നുണ്ടോ ആ ഒരു സെൻറ്റൻസ്. സോ അങ്ങനെയുള്ളൊരു ബേസിസിലായിരിക്കണം ഈ വൊക്കാബ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ദറ്റ് ഈസ് ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഗ്രാമർ മിസ്റ്റേക്സ് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഗ്രാമർ മിസ്റ്റേക്സ് കൂടുതൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ആ ഒരു സെൻറ്റൻസിന് മീനിങ് തന്നെ, ഗ്രാമർ എന്ന് പറയുന്ന റൈറ്റിങ്ങിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ. ഒരു സെൻറ്റൻസിനെ എന്ത് ചെയ്യുന്നു, ഒരു പ്രസൻറ്റിലുള്ള കാര്യങ്ങൾ ഫ്യൂച്ചറിൽ എഴുതി കഴിയുമ്പോഴത്തെ കംപ്ലീറ്റ്ലി സിറ്റുവേഷൻ മാറുകയാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സെൻറ്റൻസിനെ മീനിങ് ഫുള്ളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഗ്രാമർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നിങ്ങൾ ഈ 4 ക്രൈറ്റീരിയസിൻ്റെ കേസസിൽ നിങ്ങളുടെ റേഞ്ച് ഏത് ലെവലിലാണ് നിൽക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഈ ബാൻഡ് സ്കോർ വരുന്നത്. നിങ്ങൾക്ക് അറിയാം, ഈ സൈഡിൽ ഇങ്ങനെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ബാൻഡ് സ്കോർ നമുക്ക് ഈ ക്രൈറ്റീരിയസിൽ കാണാൻ പറ്റും. അപ്പോൾ 6ൽ നിന്നും 9ലേക്ക് നിങ്ങളുടെ ബാൻഡ് സ്കോർ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ നമ്മുടെ IDP പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ തന്നെയാണ് ഇത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവിങ് ബാക്ക് ടു അവർ ടോപ്പിക്. ദാറ്റ് ഇസ് ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൽ തന്നിരിക്കുന്നത് എന്താണ്, ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. പൈ ചാർട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ ഒരാളൊരു ബേസിക്കലി ഒരു ഇൻട്രൊഡക്ഷൻ്റെ കേസിലാണെങ്കിൽ, ഒരു സിമ്പിൾ സ്ട്രക്ചർ എഴുതുന്ന ആളുടെ കേസിലാണെങ്കിൽ അവരുടെ സെൻറ്റൻസ് പോകുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ദാറ്റ് ഈസ് പൈ ചാർട്ട്സ് കമ്പയർ ദ ആവറേജ് എമൗണ്ട് ഓഫ് 3 ന്യൂട്രിയൻസ് ഇൻ ദ ഡയറ്റ്സ് ഓഫ് UK അഡൾട്ട്സ്. അതായത് UK അഡൾട്ട്സിൻ്റെ കേസിൽ വരുന്ന പൈ ചാർട്ട് എന്താണ് പറയുന്നത്, 3 ന്യൂട്രിയൻസിൻ്റെ കൺസംഷൻ്റെ കാര്യമാണ് പറയുന്നതാണ് നമുക്ക് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അതല്ലേ. സോ ഇങ്ങനെയാണ് ബേസിക്കലി ഒരു സിമ്പിൾ സ്ട്രക്ചർ എഴുതുന്ന ആളുടെ ഒരു ഇൻട്രൊഡക്ഷൻ പോകുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഇതാണ് നമ്മളിവിടെ സിമ്പിൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനിയും ഈ ഒരു സെൻറ്റൻസിനെ ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം അതിനെ? You can see that the 3 pie charts compare the average amount of 3 potentially unhealthy ingredients. അതായത് 3 nutrients എന്ന് പറയുന്നത് അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യനെ ഓൾമോസ്റ്റ് അത് തന്നെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആവറേജ് കൺസംഷൻ എന്ന് പറഞ്ഞപ്പോൾ ആവറേജ് കൺസംഷൻ ഇവിടെ കൊടുത്തെങ്കിൽ ഇവിടെ വന്നപ്പോൾ അത് ആവറേജ് എമൗണ്ടായി മാറി. ആ ഒരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചൊന്നും ആ ഒരു സെൻറ്റൻസിൽ വേരിയേഷൻസ് ഒന്നും തന്നെ അവിടെ വരുത്തിയിട്ടില്ല. എമൗണ്ട് എന്ന് പറഞ്ഞൊരു വേർഡ് മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി ഡയറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചർ ആയിരിക്കുന്ന ടൈമിൽ എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? പൈ ചാർട്ട്സ് കമ്പയർ ദ ആവറേജ് എമൗണ്ട് ഓഫ് 3 പൊട്ടൻഷ്യലി അൺഹെൽത്തി ഇൻഗ്രീഡിയൻസ്. ഈ കാര്യങ്ങളെല്ലാം അഡീഷണലി 3 ന്യൂട്രിയൻസിന് പകരം ഈ ഒരു കാര്യങ്ങൾ അഡീഷണലി നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ആ 3 ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്നുള്ളത് അവിടെ പറയുന്നത്. ദറ്റ് ഈസ് സോഡിയം, സാച്ചുറേറ്റഡ് ഫാറ്റ് ആൻഡ് ആഡഡ് ഷുഗർ. ഇത്രയും കാര്യങ്ങൾ എന്താണ് ആ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ്. അത്രയും കാര്യങ്ങൾ തന്നെ നമ്മുടെ ആൻസറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെൻറ്റൻസ് കുറച്ചും കൂടെ കോംപ്ലക്സ് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. Okay, so I hope it's clear for you. Then moving on to the next one, that is introduction നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഇനി നെക്സ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓവർവ്യൂ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിരിക്കണം നമ്മളുടെ ഓവർവ്യൂ പാരഗ്രാഫിൽ നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കേസിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൺസംഷൻ ഏതിൽ നിന്നായിരുന്നു, ഏറ്റവും കുറവ് കൺസംഷൻ ഏതിൽ നിന്നായിരുന്നു, അങ്ങനെയൊരു ചേഞ്ചാണ് നമ്മൾ അവിടെ കാണിക്കേണ്ടത്. ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് എഴുതുന്ന ഒരു സിമ്പിൾ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം. ആദ്യം തന്നിരിക്കുന്നത് പോലെ തന്നെ ദ ഹയസ്റ്റ് കൺസംഷൻ ഓഫ് റേറ്റ് വാസ് അറ്റ് ഡിന്നർ, സ്നാക്ക് ആൻഡ് ലഞ്ച്, വൈൽ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ദ ലോവസ്റ്റ് പെർസെൻറ്റേജ് ആർ ഫൗണ്ട്. അതായത് ഏറ്റവും കൂടുതൽ കൺസംഷൻ വന്നിരുന്നത് എവിടെ നിന്നാണ്, ഏറ്റവും കുറവ് എവിടെ നിന്നാണ് വന്നത്. സോ അങ്ങനെ ഒരു വേരിയേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ എവിടെ നിന്നായിരുന്നു, ഏറ്റവും കുറവ് എവിടെ നിന്നായിരുന്നു. അപ്പം അങ്ങനെ ഒരു ചേഞ്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഓവറോളിൽ വരേണ്ടത്. ഇനി ഈ ഒരു സെൻറ്റൻസിനെ തന്നെ നിങ്ങൾ കോംപ്ലക്സ് ആക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്താ എഴുതേണ്ടത്? ഇറ്റ്സ് ക്ലിയർ ദാറ്റ്, ഇറ്റ്സ് എവിഡൻറ്റ് ദാറ്റ്, ഇറ്റ്സ് സ്ട്രൈക്കിംഗ് ദാറ്റ്. ഇങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെൻറ്റൻസ് എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടെ വൊക്കാബുലറീസ് അഡ്വാൻസ്ഡ് ആകുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ സെൻറ്റൻസ് കൂടുതലൂടെ കോംപ്ലക്സ് ആകുന്നു. അപ്പോൾ മറ്റുള്ള സിമ്പിൾ സെൻറ്റൻസിൽ നിന്നും എക്സാക്ട്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കേസിൽ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ എക്സാമ്പിൾ അവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ദ ഹയസ്റ്റ് കൺസംഷൻ റേറ്റ്സ് occur at dinner and snack, followed closely by lunch, while
ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ദ ഫുഡ് ഇൻ വിച്ച് ദ ആവറേജ് റേറ്റ്സ് ആർ റിവീൽ. സെയിം മീനിങ് തന്നെയാണ് വരുന്നത്, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു രീതിയിലാണ് അവർ സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യം എഴുതുന്ന സിമ്പിൾ സെൻറ്റൻസ് എഴുതുന്ന ഒരാളുടെ ബാൻഡ് സ്കോറും ഈ കോംപ്ലക്സ് സെൻറ്റൻസ് എഴുതിയ ആളുടെ ബാൻഡ് സ്കോർ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം 2 ടൈപ്പ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ കോംപ്ലക്സ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇറ്റ് ഇസ് ക്ലിയർ, എവിഡൻസ്, സ്ട്രൈക്കിംഗ് എന്നൊക്കെ പറയുന്ന വേർഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സെൻറ്റൻസ് മാറണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വൈൽ, വേറസ്, ഓൾദോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ദർ ഇസ് ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കും നെക്സ്റ്റ് അവിടെ പറയുന്നത്. ഐ ഡു നോട്ട് ഈറ്റ് ഫിഷ് ഓൾദോ ഐ ഒക്കേഷണലി ഈറ്റ് ഫിഷ്. ഇടയ്ക്ക് കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എന്തൊരു കോൺട്രാസ്റ്റിംഗ് ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലും എന്താണ് സെൻറ്റൻസിനെ നിങ്ങൾക്ക് മാറ്റി എഴുതാം. ദെൻ ഹവറിൻ്റെ യൂസേജ് എങ്ങനെയാണ് വരുന്നത്? ഐ ഡു നോട്ട് ഈറ്റ് ഫിഷ് ബട്ട്, അല്ലെങ്കിൽ ഹവർ ഐ ഒക്കേഷണലി ഈറ്റ് ഫിഷ്. അതേപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് വരുന്നത്? ഐ ഡു നോട്ട് ഈറ്റ് മീറ്റ് ഹവർ ഐ ഒക്കേഷണലി ഈറ്റ് മീറ്റ്. സോ ഹവറിൻ്റെ യൂസേജ് എങ്ങനെയാണെന്നാണ് ഈ ഒരു ആൻസറിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ ഹവറിനെ എങ്ങനെയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പോകാം. ഇനി മൂവിങ് ഓൺ ടു ദ ബോഡി പാരാഗ്രാഫ്. ബോഡി പാരാഗ്രാഫിലേക്ക് പോകുന്ന ടൈമിൽ എന്താണ് സിമ്പിൾ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ആണ് അവിടെ തന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് സോഡിയം, സാച്ചുറേറ്റഡ് ആൻഡ് ആഡഡ് ഷുഗർ. ഇനി ഇവിടെ മൂന്ന് പിക്ചേഴ്സും കൂടെ നോക്കുക. ഇപ്പോൾ ഫസ്റ്റ് സോഡിയം ഇൻടേക്ക് ചെയ്തിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ച് ആൻഡ് സ്നാക്ക്. ഈ 4 ടൈമിലും എത്രത്തോളം സോഡിയം അഡൽട്ട്സ് ഇൻടേക്ക് ചെയ്യുന്നു, കൺസ്യൂം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ കേസിൽ ഈ ഓരോന്ന് എത്രത്തോളം, ആഡഡ് ഷുഗറിൻ്റെ കേസിലും ഓരോന്ന് എത്രത്തോളം. ഇങ്ങനെയാണ് നിങ്ങളുടെ ആൻസേഴ്സ് വരേണ്ടത്. അപ്പോൾ ഒരു സിമ്പിൾ സെൻറ്റൻസ് സ്ട്രക്ചറാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ദ ലോവർ റേറ്റ്സ് ആർ അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ദർ ഈസ് വെരി ലിറ്റിൽ വേരിയേഷൻ ബിറ്റ്വീൻ ദ 3 ഇൻഗ്രീഡിയൻസ് അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, സോ ഏറ്റവും കുറവ് റേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ഏറ്റവും കുറവ് ഈ ന്യൂട്രിയൻസ് ഇൻടേക്ക് ചെയ്തിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിലാണ് ഏറ്റവും കുറവ് ചെയ്തിരിക്കുന്നത്. ഇനി മൂന്നിൻ്റെ കേസ് നോക്കുമ്പോൾ, അതായത് സോഡിയം, സാച്ചുറേറ്റഡ് ഫാറ്റ്, ആഡഡ് ഷുഗറിൻ്റെ കേസ് നോക്കുമ്പോൾ 3ലും ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലായിരുന്നു ആ ഇൻഗ്രീഡിയൻ്റ് ഇൻടേക്ക് കുറവ്. അതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ. ഇനിയും അതിൽ നിന്ന് കോംപ്ലക്സ് ആക്കി മാറ്റുന്ന ടൈമിൽ ഇങ്ങനെ എഴുതാം, ദ ലോവസ്റ്റ് റേറ്റ്സ് ആർ അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റിലായിരുന്നു കുറവ്. വെയർ ദ ഫിഗേഴ്സ് ഫോർ ഓൾ ദീസ് additives hardly vary, with both saturated fat and added sugar at 16% of this respective totals and sodium at 3% point less. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ കേസ് മറ്റേടത്തെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ചുമ്മാ നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു കോംപ്ലക്സ് ആക്കിയ ടൈമിൽ എത്ര പെർസെൻറ്റേജ് വേരിയേഷൻ ആണെന്നും കുറച്ച്, അല്ലാതെ നമ്മൾ സിമ്പിളായിട്ട് വായിക്കുന്ന ടൈമിലും കുറച്ച് വൊക്കാബ്സ് അഡീഷണലി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ പെർസെൻറ്റേജ് വേരിയേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം വന്നിട്ടുണ്ട്, അങ്ങനെ ആ പെർസെൻറ്റേജ് റെപ്രസെൻറ്റേഷൻസ് എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പിക്ചറിൻ്റെ കേസിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതിയ ടൈമിൽ അങ്ങനെയാണ് അതിനെ എന്ത് ചെയ്യേണ്ടത്, കോംപ്ലക്സ് ആക്കി മാറ്റേണ്ടത്. അതേപോലെ തന്നെ ഇനി ലഞ്ച്, ഇപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കേസ് നമുക്കൊരു സെൻറ്റൻസ് നമ്മൾ പറഞ്ഞു. ഇനി ലഞ്ചിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെ നമുക്ക് പറയാം? ഓക്കെ, അതായത് ബ്രേക്ക്ഫാസ്റ്റിനെന്ന് പറഞ്ഞാൽ ഈ 4ൻ്റെ കേസ് സോഡിയം, സാച്ചുറേറ്റഡ് ഫാറ്റ് ആൻഡ് ആഡഡ് ഷുഗർ, ഈ 3 കേസിൽ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലാണ് ഇത് ഏറ്റവും കുറവ് ഇൻടേക്ക് ചെയ്തത്. അതൊക്കെ 3 കൂടെ കമ്പയർ ചെയ്ത് പറഞ്ഞു. ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു ലഞ്ച്. ലഞ്ചിൻ്റെ ടൈമിൽ ഈ 3 ന്യൂട്രിയൻസും എത്രത്തോളമായിരുന്നു കൺസ്യൂം ചെയ്തത്, അതാണ് ഈ നെക്സ്റ്റ് ഇനിയും പറയുന്നത്. അറ്റ് ലഞ്ച് the data is also quite similar for all 3 ingredients. The percentage for 3 are higher at lunch. അപ്പോൾ ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് എന്ത് ചെയ്യുന്നു, ലഞ്ച് ടൈമിൽ എന്ത് ചെയ്യുന്നു, കൂടുതൽ കഴിക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ അതിനെ കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കി മാറ്റുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദറ്റ് ഈസ് ലഞ്ച് time data also show broad similarities, though the percentage for all 3 are higher than ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റിനെക്കാട്ടിലും കൂടുതൽ ഇൻടേക്ക് ചെയ്തിരിക്കുന്നതാണ് ലഞ്ച് ടൈമിലാണ്. വിത്ത് ബോത്ത് സോഡിയം ആൻഡ് സാച്ചുറേറ്റഡ് ഫാറ്റ് ഹൈലി മോർ ദാൻ എ ക്വാർട്ടർ ഓഫ് ദി ടോട്ടൽ ആൻഡ് ആഡഡ് ഷുഗർ അറ്റ് 1/5. അങ്ങനെയാണ് വരുന്നത് അല്ലേ. അതായത് സോഡിയത്തിൻ്റെയും സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെയും കേസ് പറയുന്നുണ്ട് മോർ ദാൻ എ ക്വാർട്ടർ, ദാറ്റ് ഇസ് 25%-നേക്കാളും കൂടുതൽ ഇൻടേക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും എന്താണ്, ആഡഡ് ഷുഗർ എന്ന് പറയുന്ന അറ്റ് 1/5 ആണെന്നും പറയുന്നുണ്ട് അല്ലേ. സോ ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിതിനെ ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആയിട്ട് യൂസ് ചെയ്യാം. സോ കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കുന്ന ടൈമിൽ നമുക്ക് പെർസെൻറ്റേജ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ പെർസെൻറ്റേജിനെ ഇൻ വേർഡ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യം, ഇപ്പോൾ മോർ ദാൻ എ ക്വാർട്ടർ, 25%, ഇവിടെ a 1/5, ഇതെല്ലാം എന്താണ് പെർസെൻറ്റേജിനെ വേർഡ്സിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അങ്ങനെയൊക്കെ എഴുതുന്ന ടൈമിൽ നിങ്ങളുടെ സെൻറ്റൻസ് എന്താണ്, കൂടുതൽ കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പോലെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്,
നിങ്ങളുടെ ഫസ്റ്റ് ബോഡി എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആസ് ഫാർ ആസ് സോഡിയം ഈസ് കൺസേൺ, സോഡിയത്തിൻ്റെ കാര്യമാണ് ആദ്യം നമ്മളിവിടെ പറയുന്നത്. സോഡിയം ഓവർ 2/3 ഈസ് കൺസ്യൂംഡ് എയ്തർ അറ്റ് ഡിന്നർ ടൈമിൽ എന്താണ് 2/3 പോർഷൻ എന്ത് ചെയ്യുന്നു, കൺസ്യൂം ചെയ്യുന്നു. ദറ്റ് ഇസ് 42% അല്ലേ, 42% 2/3 കൂടുതലാണ്. സോ അതവിടെ പറയുന്നു. ലഞ്ചിൻ്റെ ടൈമിൽ 28% ആൻഡ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ 13%, അതേപോലെ തന്നെ മീൽ ടൈമിൽ 17%. അപ്പോൾ ഇതെല്ലാം സോഡിയം ഏതൊക്കെ ടൈമിൽ എത്രത്തോളം കൺസ്യൂം ചെയ്തെന്നാണ് ഈ ഒരു സെൻറ്റൻസിലെല്ലാം പറയുന്നത്. ദെൻ മൂവിങ് ഓൺ ടു ലൈക്ക് വൈസ് സാച്ചുറേറ്റഡ് ഫാറ്റും ഓരോ ടൈം പീരീഡിൽ, ദറ്റ് ഈസ് സ്നാക്സ്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ച് ടൈമിൽ എത്രത്തോളം കൺസ്യൂം ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സെൻറ്റൻസ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് ബോഡി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ആസ് ഫാർ ആസ് അല്ലെ ഇൻ ദ കേസ് ഓഫ്, ഇങ്ങനെയൊക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് വേണമെങ്കിൽ ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദിസ് ദ നെക്സ്റ്റ് വൺ, ദറ്റ് ഈസ് ഷുഗർ. നമുക്കിപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ് ആൻഡ് സോഡിയത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ രണ്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ആഫ്റ്റർ ദാറ്റ് ആഡഡ് ഷുഗറിൻ്റെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇൻ ബിറ്റ്വീൻ അഖില എസ് കുമാർ, ഗുഡ് മോർണിംഗ് അഖില. ഓക്കെ, സോ ആഡഡ് ഷുഗറിൻ്റെ കേസിലാണെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെയും സോഡിയം വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സോ സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണെങ്കിൽ എന്താണ്, ആഡഡ് ഷുഗർ ഈസ് ഡിഫറെൻറ്റ്. ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ അഡിറ്റീവ് ഈസ് കൺസ്യൂം ഡ്യൂറിങ് സ്നാക്ക് പീരീഡിലായിരുന്നു 45%. അപ്പോൾ ഏകദേശം ഒരു 50%ഓളം കൺസ്യൂം ചെയ്തത് സ്റ്റാക്ക് ടൈപ്പ് പീരീഡിലായിരുന്നു. ദ റെസ്റ്റ് സിവൻലി കൺസ്യൂംഡ് ഓവർ ദ 3 മെയിൻ മീൽസ്. അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ ടൈമിലായിരുന്നു ബാക്കി ഷുഗർ നമ്മൾ കൺസ്യൂം ചെയ്തത്. ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്തത് സ്റ്റാക്ക് ടൈമിലായിരുന്നു. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സെൻറ്റൻസ്. അപ്പോൾ ഇതിനെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അപ്പം ഓൾറെഡി നമ്മളിപ്പം സോഡിയം, സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ കാര്യം ഓൾറെഡി നമ്മളവിടെ മെൻഷൻ ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആഡഡ് ഷുഗറിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ അതിനേക്കാളും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് ഹവർ വെച്ച് ഇവിടെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആഡഡ് ഷുഗർ ഡിസ്പ്ലൈസ് എ somewhat ഡിഫറെൻറ്റ് പാറ്റേൺ ബിക്കോസ് സ്നാക്സ് അക്കൗണ്ട് ഫോർ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ ടോട്ടൽ. അതായത് 50%ഓളം എന്താണ്, ഏകദേശം 50% നിൽക്കുന്നത് സ്നാക്ക് ടൈമിലാണ് ഷുഗറിൻ്റെ കൺസംഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ 3 ഡിഫറെൻറ്റ് മീൽ ടൈം മേക്കപ്പ് ദ റിമൈൻഡർ ഇൻ ഓൾമോസ്റ്റ് ഈക്വൽ പ്രൊപ്പോർഷൻസ്. ദാറ്റ് ഈസ് ഈ 3 കേസിലാണെങ്കിൽ അത് ഏകദേശം എന്താണ് ഒരേപോലാണ്. ഇതിപ്പം എന്താണ് സ്നാക്കിൻ്റെ കേസിൽ നമുക്കിവിടെ പറയാൻ പറ്റില്ല, കാരണം സ്നാക്കിൻ്റെ കേസിൽ ഓൾറെഡി ഇപ്പോൾ 45% പറഞ്ഞു. ഇനി റിമൈനിങ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ, ഈ 3 കാര്യത്തിൽ ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഒരു 20%ലാണ് നിൽക്കുന്നത്. അതാണ് ഇവിടെ എന്താണ് ഓൾമോസ്റ്റ് ഈക്വൽ പ്രൊപ്പോർഷൻസ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. വേരിയിങ് ഫ്രം 16% അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടു 20% അറ്റ് ലഞ്ച്. അതായത് ബ്രേക്ക്ഫാസ്റ്റിൽ 16% സ്റ്റാർട്ട് ചെയ്തു, ലഞ്ചിലെത്തിയപ്പോൾ എത്രയായി 20% ആയി. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വേരിയേഷൻസ് എന്ത് ചെയ്യുന്നത് നിങ്ങളവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ സെൻറ്റൻസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാൻഡ് സ്കോർ നിങ്ങൾക്കൊരു 6 ബാൻഡിൽ നിന്ന് അതിൽ കൂടുതൽ വേണം, ദാറ്റ് ഈസ് 7, 7.5 ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ എഴുതുന്ന ടൈമിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് മീനിങ് ഫുൾ ആയിട്ട് തന്നെ ഏതൊക്കെ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സോ വൊക്കാബ്സ് ഏതൊക്കെ തന്നെ യൂസ് ചെയ്താലും സെൻറ്റൻസ് എപ്പോഴും മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബാൻഡ് സ്കോർ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ടാസ്ക് 1ൻ്റെ കേസിൽ എപ്പോഴും സിമ്പിൾ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് തന്നെ യൂസ് ചെയ്യാതിരിക്കുക, കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യണം. അതേപോലെ തന്നെ വൊക്കാബുലറീസ്, ടാസ്ക് അച്ചീവ്മെൻറ്റ്, ക്വസ്റ്റൻ ആൻഡ് കോഹറൻസ്, ഇതെല്ലാം ടാസ്ക് 1ൽ എപ്പോഴും വേണ്ട ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. ഇത് 4 ബേസിസിൽ, ഈ 4 ക്രൈറ്റീരിയയുടെ ബേസിസിൽ തന്നെയായിരിക്കും നിങ്ങൾ എക്സാമിനർ മാർക്ക് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് അബൌട്ട് ദിസ് സെഷൻ. സോ ടാസ്ക് 1ൻ്റെ സെഷൻ നമുക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബാൻഡ് സ്കോർ തന്നെ നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇഫ് യു ഹാവ് എനി doubts regarding this session, you may please comment in the comment box. Okay, so that's all for today and thank you all.